നോടും പേരൻസിനോടും ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഓക്കെ, എല്ലാവരും കണ്ടായിരുന്നോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്? കേൾക്കാമോ? കേൾക്കാം. കണ്ടില്ല. കണ്ടില്ല. പോസ്റ്റർ കണ്ടില്ല. ഓക്കെ, സ്കൂള് ബാക്ക് ടു സ്കൂൾ വിത്തൗട്ട് സ്ട്രെസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്കൊരു ചെറിയ കഥയിലൂടെ ആ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്. നമുക്കൊരു ഡിസ്കഷനിലൂടെ മുന്നോട്ട് പോകാം. നമ്മളൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടുകയും ഇതില് നമുക്ക് ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് കവർ ചെയ്യാം. അപ്പം എന്റെ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി, രാഹുൽ എന്ന് പറഞ്ഞ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി, തന്റെ സ്കൂൾ ബാഗിനൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ആശങ്ക തോന്നി. അപ്പം നാളെ സ്കൂൾ തുറക്കുകയല്ലേ, നിനക്ക് സന്തോഷമില്ലെന്ന് അമ്മ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പം ഈ കുട്ടി പതുക്കെ പറയാണ്, അമ്മേ, ഞാൻ സ്കൂളിൽ ചെന്ന ടീച്ചർ എന്നോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തില്ലേ, കൂട്ടുകാർ എന്നോട് സംസാരിക്കുമോ, അല്ലെങ്കിൽ എന്നോട് കൂട്ടുകൂടുമോ, അല്ലെ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അവര് വഴക്ക് പറയില്ലേ, അല്ലെ ടീച്ചർ അടിക്കുകയില്ലേ എന്നൊക്കെ ഈ കുട്ടിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പം ഈ അമ്മ ഈ കുട്ടിയുടെ അടുത്ത് ചെന്നിരുന്നോണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ സൈക്കിള് ചവിട്ടാൻ പഠിച്ചപ്പോൾ നീ എത്ര പ്രാവശ്യം വീണ് ദേഹമൊക്കെ ചെറുതായിട്ട് പൊട്ടി, അത് ഉണങ്ങി, അങ്ങനെയൊക്കെ പല പ്രാവശ്യം വീണും പല പ്രാവശ്യം ഓടിച്ചും ഒക്കെ തന്നെയല്ലേ നീ പഠിച്ചത് എന്ന് പറഞ്ഞ രീതിയില് നിന്റെ സ്കൂളും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് എല്ലാം കാര്യമായിട്ട് ചെയ്യാൻ ഒത്തിരി കൂട്ടുകാരെ കിട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പം എല്ലാം ചുവട് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പല ചുവട് വെച്ചാലേ നമുക്കത് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ആദ്യ ചുവട് വെക്കുക മാത്രമാണ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുന്നത്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മ കുട്ടിയെ കൊണ്ട് നെക്സ്റ്റ് ഡേയില് സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും രാഹുൽ നല്ല സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. അപ്പം രാഹുലിന് മനസ്സിലായി പല കുട്ടികൾക്കും ഇതുപോലെ തന്നെയുള്ള പേടിയും ആശങ്കയും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മയോട് ഇവൻ നന്നായിട്ട് ചിരിച്ചോണ്ട് വന്ന് പറയുവാണ്, അമ്മേ, സ്കൂൾ എനിക്ക് പേടിയുള്ള സ്ഥലമൊന്നും ഇല്ല, നല്ല സന്തോഷമുണ്ട്, എനിക്ക് കൂട്ടുകാരെയൊക്കെ കിട്ടി. അപ്പം സ്കൂള് തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ചെറിയ സമ്മർദ്ദവും ആശങ്കയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ അതിൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്കും നമ്മുടേതായ നല്ലൊരു പിന്തുണയും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ യാത്ര നമുക്കൊരു സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പേരൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ആദ്യം നമുക്ക് പേരൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണല്ലോ കൂടുതലും അറിയണ്ടേ. കുട്ടികളെക്കാൾ കൂടുതലും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു കൊടുത്താലാണ് അവർക്കൊരു സ്ട്രെസ് ഇല്ലാത്ത സ്കൂൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു റുട്ടീൻ ഒരാഴ്ച മുമ്പേ ഒക്കെ നമ്മളത് സെറ്റാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് ആദ്യം പോകുന്ന കുട്ടികൾക്കൊക്കെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അവരുടെ സ്കൂളിൽ പോകുമ്പോൾ നീ എപ്പോഴാണ് എണീക്കേണ്ടത്, നിന്റെ ബാഗ് അവിടെ വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ബ്രേക്ക് ആയി പോകുന്നുണ്ടോ, അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ആദ്യം ബ്രേക്ക് ഉണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. കുറച്ചു മുമ്പ് ഇച്ചിരി മുമ്പേ പറഞ്ഞത് കേട്ടില്ല, ബ്രേക്ക് ആയി പോയത്. സ്കൂൾ റൂട്ടീൻ കേൾക്കാമോ? ഹലോ, യെസ്, ഇപ്പൊ പറഞ്ഞത് കേട്ടു. കേൾക്കാമോ എന്ന് ചോദിച്ചത് കേൾക്കാമോ? യെസ് യെസ്, ഇപ്പൊ കേൾക്കാം. ഓക്കെ, കേൾക്കാം.
ഓക്കെ, അതായത് നമ്മുടെ സ്കൂളിന്റെ റുട്ടീൻസ് നമ്മൾ ഒരാഴ്ച മുമ്പേ തന്നെ നേരത്തെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാല് കുട്ടികൾക്ക് ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകുന്നത് നമുക്ക് ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു പേടിയും കരച്ചിലും ഒക്കെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ട് പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു റിഹേഴ്സൽ പോലെ നമ്മളൊന്ന് കുട്ടികളെ കൊണ്ട്, പ്രത്യേകിച്ച് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുവാണെങ്കിൽ കുറച്ച് മാറ്റം വരും എന്നാണ് പറയുന്നത്. ആ റുട്ടീൻസ് നമ്മൾ ഒരാഴ്ച മുമ്പേ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ അവരെ സാധാരണ അവധി ദിവസങ്ങളിലേക്കായാലും കൂടുതൽ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ ടൈം കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് നേരത്തെ ഏക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ അവരെ കിടത്തി ഉറക്കാനുള്ള ശ്രമം നടത്തണം. പിന്നെന്താ, സ്കൂളിലേക്ക് കുട്ടി പോകുന്നതിന് മുമ്പേ ബാഗിനകത്ത് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അസൈൻമെന്റ്സ് ആണ് ഇവനുള്ളത്, അത് ചെയ്തിട്ടുണ്ടോ, ആ സാധനങ്ങളെല്ലാം ഇവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അഡ്വാൻസ് ആയിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പല കുട്ടികളും പല അസൈൻമെന്റ്സും കഷ്ടപ്പെട്ട് വീട്ടിൽ കേൾക്കാമല്ലേ? കേൾക്കാം. ഓക്കെ. പല അസൈൻമെന്റും വീട്ടിലിരുന്ന് ചെയ്തിട്ട് അയ്യോ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം വീട്ടിലിട്ടിട്ട് പോയി, അങ്ങനെയൊക്കെ ഒത്തിരിയും കുട്ടികൾ ടെൻഷൻ എടുക്കാറെന്ന് നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പൊ നമ്മളും കൂടെ ഒന്ന് എല്ലാ സാധനങ്ങളും എടുത്തോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിടുക. പിന്നെ നമ്മുടെ ഒരു പേരൻസിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരെ വെച്ച് കമ്പാരിഷൻ നടത്തുന്നതാണ് നമ്മുടെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കുട്ടിയും യുണീക്കാണ്. ഓരോരുത്തർക്കും അവനവൻ്റെതായ കഴിവുകളാണുള്ളത്. ആ കഴിവുകളെ വികസിപ്പിച്ച് അവൻ നല്ല രീതിയിൽ വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അടുത്ത വീട്ടിലെ കുട്ടി 100 മാർക്ക് മേടിച്ചു, നീ 80 മാർക്കേ മേടിച്ചുള്ളല്ലോ എന്നുള്ള ആ ഒരു കമ്പാരിഷൻ നമ്മൾ പേരൻസിന്റെ ഭാഗത്തു നിന്നും ശരിക്കും കുറയ്ക്കണം. കാരണം 80 മാർക്ക് മേടിച്ചാലും ആ 80 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. നമ്മൾ ഉടനെ ആ 20 മാർക്ക് എന്തിയെ എന്നും ചോദിച്ച് ഇവനെ പല പ്രാവശ്യം വഴക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ താഴേക്ക് പോകത്തേ ഉള്ളൂ. അവൻ ഒരിക്കലും ഉയർന്നു വരത്തില്ല. അപ്പം നമ്മളത് വേണ്ട രീതിയിൽ കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുട്ടി എന്തെങ്കിലും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വന്ന് പറയും. മിക്കവാറും അമ്മയോടായിരിക്കും വന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ തിരക്കായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ വർക്കിന് പോയേക്കുമായിരിക്കും, വന്ന് കാണത്തില്ല. അപ്പൊ 4 മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും അമ്മയായിരിക്കും വീട്ടിലുള്ളത്. അപ്പം കൊച്ചു വളരെ സന്തോഷത്തോടെ ഓടി വന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മിക്കവാറും ചില അമ്മമാര്, അല്ലെങ്കിൽ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓ ഇതൊന്നും ഇപ്പം കേൾക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നീ പിന്നെ പറയുക, ഞാനിപ്പോ ഒരു പണി എടുത്തോണ്ടിരിക്കുവാന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ പണി എടുത്തോണ്ടിരിക്കുവാണെങ്കിലും നമ്മുടെ കുട്ടി പറയുന്നത് നമ്മൾ ശരിക്കും കേൾക്കണം. ശരിക്കും കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കുഞ്ഞിന്റെ കൂടത്തിൽ ഇരുന്ന് അവന്റെ വിശേഷങ്ങളൊക്കെ കേട്ടതിന് ശേഷം കഴിക്കാൻ കൊടുത്താൽ മതിയെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നമ്മളത് ഈ സ്കൂൾ വർഷം തൊട്ട് ചെറിയ മക്കളുള്ള അമ്മമാര് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കുട്ടിക്ക് വളരെ കോൺഫിഡൻസും അവനൊരു പ്രത്യേകിച്ചൊരു എനർജിയും ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. നമ്മളതൊന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. അത് ആ സമയത്ത് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ ഫോണും പാടില്ല. ഒരു 10 മിനിറ്റ്, ആ ഒരു 10 മിനിറ്റ് കുഞ്ഞിനോട് കൂടി ഇരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒരു 10 മിനിറ്റ് നമ്മൾ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും ആത്മവിശ്വാസവും പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മള് ചില പേരൻസ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം തോന്നാം ചില ടീച്ചേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ സ്കൂളിനെ പറ്റിയോ ഒക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കുട്ടിയോട് പറയരുത്. കാരണം കുട്ടിക്ക് ആ ഒരു നെഗറ്റീവ് പോയിന്റ് മനസ്സിൽ കിടക്കും. എന്നാന്ന് ചോദിച്ചാൽ ആ ടീച്ചർ കൊള്ളത്തില്ല, അല്ലെ ആ ടീച്ചറിന്റെ പഠിപ്പീര് ശരിയാകുന്നില്ല എന്നൊക്കെ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് അവരോട് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആ ടീച്ചറിനോട് പിന്നെ ഒരു സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതെ വരും. നമ്മളൊക്കെ പഠിച്ച കാലത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറിന്റെ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്.
ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ടീച്ചേഴ്സിനെ ഇഷ്ടമുണ്ട്. ഇപ്പം നമ്മള് 1-ാം ക്ലാസ് തൊട്ട് 5-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടീച്ചർ മുമ്പിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ UP സ്കൂളിൽ പഠിച്ചപ്പോഴും ഒരു ടീച്ചർ നമ്മുടെ മനസ്സിന്റെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ SSLC വരെ, പിന്നെ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയോ ഡിഗ്രി, ഈ ഓരോ കാലഘട്ടത്തിലും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണോ? യെസ്, ഇറ്റ് ഈസ്. അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അവര് നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ട നമ്മളെ പഠിക്കാനുള്ളതും ഒക്കെ പറഞ്ഞു തരികയും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയോ ക്യാരക്ടറോ എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ഓരോ കാലത്തിലും ആ കാലഘട്ടത്തിലും ഒരു ടീച്ചർ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതിന് യാതൊരു സംശയമില്ല. നമ്മളൊന്ന് പുറകോട്ട് നോക്കിക്കേ. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഉള്ളത്. പിന്നെന്താ, നമ്മുടെ വീട്ടിലെ മോർണിംഗ് റുട്ടീൻ അല്ലേ? മോർണിംഗ് റുട്ടീൻ ഒന്ന് കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്കൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്കൂൾ തുറക്കുമ്പോഴത്തെ അടുക്കളയിലെ ബഹളവും കുട്ടികളുടെ സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ബഹളവും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ചിട്ടയോടുകൂടി വരിക തന്നെ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണൊന്നും അടുത്ത് വെക്കാതെ വേറൊന്നിലും ശ്രദ്ധിക്കാതെ കുട്ടികളുടെ സംസാരം നമ്മൾ ഡെയിലി കേൾക്കും. അങ്ങനെ അതിന് തന്നെ ഒരു നമ്മൾ എന്നാ പറയണേ, ക്വാളിറ്റി ടൈം അല്ലെ? ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഒരാളെ കേൾക്കുവാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് ക്വാളിറ്റി ടൈം എന്നാണ്. അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചൊക്കെ സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെന്താ, സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്തൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കണം. ചെറിയൊരു മുട്ടായി ആണേലും സമ്മാനമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേനയോ പെൻസിലോ ഒക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം കൂടുതലാകുന്നുണ്ടോ, അവരെന്താണ് കാണുന്നതെന്നൊക്കെ നമുക്ക് അധികമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും പഠിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് കൺട്രോൾ ചെയ്താൽ നന്നായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കുട്ടിയെ നമ്മൾ ശരിക്കും വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് നമ്മൾ പേരൻസിനാണ് കൂടുതൽ അറിയാവുന്നത്. ഒത്തിരി 10, 50, 60 പിള്ളേരൊക്കെയുള്ള ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സ് നോക്കണം എന്ന് പറഞ്ഞാലും ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് വാച്ച് ചെയ്താൽ അവന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അവന്റെ മാർക്കിൽ കുറവുണ്ടോ, അപ്പം എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് സ്നേഹത്തോടെ ചോദിച്ചത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞത് പേരൻസിന്റെ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ പേരൻസും മാനസികപരമായിട്ട് കുട്ടിയെ സ്കൂളിൽ വിടാനും ഒക്കെ നമ്മളതെല്ലാം നമ്മുടെ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് കുറയാനുള്ള സാധ്യതയുള്ളൂ. അപ്പം കുട്ടികളുടെ ആ ഒരു റുട്ടീൻസ്, ആദ്യം പോകുന്ന കുട്ടിയാണെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് അവരെ ഒന്ന് ആക്കിയെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ അവരെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഉറക്കാൻ കിടത്തണം. അതുപോലെ തന്നെ സ്കൂൾ മെറ്റീരിയൽസ്, കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ പാടില്ല. കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കുട്ടിയെ നന്നായിട്ടൊന്ന് ലിസൺ ചെയ്യുക. പ്രത്യേകിച്ച് അവൻ എന്തെങ്കിലും വിഷമം പറയാനുണ്ടെങ്കിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. സ്കൂളിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയും നമ്മൾ പോസിറ്റീവ് കോൺവെർസേഷൻസേ പാടുള്ളൂ. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലുള്ള നമ്മുടെ റുട്ടീന്, ആ ദിവസങ്ങളിലത്തെ റുട്ടീൻ ഹറിബറി അല്ലാത്ത രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പേരൻസ് ആണ് കൂടുതൽ മുൻകൈ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടിയുമായിട്ട് ക്വാളിറ്റി ടൈം ആയിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ അവൻ്റെ അച്ചീവ്മെന്റ്സിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അവനുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവനോട് ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടതായ ഗൈഡൻസ് കൊടുക്കുകയും, അല്ലെങ്കിൽ ഇനി അഥവാ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്താലേ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി കുട്ടികളെ സംബന്ധിച്ച് സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് പേരൻസിന്റെയാണ്. ഇനിയിപ്പം കുട്ടികളെ സ്ട്രെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീക്കണം. അറ്റ്ലീസ്റ്റ് ഒരു
എത്രയാണ്, ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോൾ ഏക്കണം. ഇപ്പം കുട്ടികൾ ഏക്കുന്നത് 8 മണിയോ അല്ലെങ്കിൽ 9 മണിയോ ഒക്കെ ആണെങ്കിൽ ആ റുട്ടീനൊക്കെ നമ്മൾ മാറ്റി നമ്മൾ ഒരു 6:30 7 ആകുമ്പോഴെങ്കിലും എണീറ്റാം. എങ്ങനെയാണോ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ആ ഒരു ഇതനുസരിച്ച് ഹർബറി ഇല്ലാതെ എങ്ങനെ പോകാവുന്നാൽ ആ ഒരു റുട്ടീനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം. പിന്നെ എന്താണെങ്കിലും 10 മണിക്ക് മുമ്പേ കുട്ടികളെ കിടത്തി ഉറക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരോട് കിടക്കാൻ പറയണം. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ സ്കൂൾ ബാഗൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഒന്നും ചെയ്തില്ല, രാവിലെ എണീറ്റു, താമസിച്ചു പോയി, ഈ പറഞ്ഞതുപോലെ ബാക്കി ഇതെല്ലാം ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാല് ബസ്സും അല്ലെങ്കിൽ സ്കൂൾ വാനും ഒക്കെ വിട്ടു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം ചെയ്യാനുള്ള സംഗതികൾ തലേദിവസമേ ചെയ്ത് ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ പേരൻസും കുട്ടിയും ഒരുപോലെ, കുട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കൊടുത്തു വേണം നമ്മൾ കുട്ടികളെ വിടാൻ. അവരെ കഴിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. കുട്ടികൾ കഴിക്കുകയും ചെയ്യണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിനിന്റെ ഫുഡ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു കുട്ടിക്ക് 1 മണി വരെ അല്ലെങ്കിൽ 12:30 വരെ ഒരു 3-4 പീരീഡ് ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ശരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുത്തു തന്നെ വിടുക. പല കുട്ടികളും കഴിക്കാതെ പോകാറുണ്ട്. ചിലപ്പം സ്കൂളിൽ കൊണ്ടുപോകും, പിന്നെ അത് കഴിക്കാൻ ടൈം ഇല്ലാതെ വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം നമ്മൾ അതിനുള്ള ഒരു റുട്ടീനാക്കി കൊടുക്കുക. ഇനി കുട്ടിക്ക് ഇനി അഥവാ എന്തെങ്കിലും ഒരു വറി ഉണ്ട്, ചിലപ്പം പേരൻസ് സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മുടെ പേരൻസിനോട് പറയാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നേക്കും. ചിലപ്പോൾ അത് ടീച്ചേഴ്സിനോടായിരിക്കും പറയുന്നത്. ടീച്ചേഴ്സിനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾ പേരൻസിനോട് പറയും. അതായത് അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമായിരിക്കണം നമ്മൾ ഒരുക്കേണ്ടത്. നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടും കാര്യമില്ല, കാരണം പിള്ളേര് നമ്മളോടൊന്നും പറയാതെ വരും. പിന്നെ ഇനി അഥവാ കുട്ടികൾ ഒന്ന് നെർവസ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ വരുവാണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഡീപ്പ് ബ്രത്ത് എടുത്ത് പുറത്തേക്ക് വിടാൻ പറയുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയുക. പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യം ഒന്ന് മാറ്റി ഒന്ന് നടക്കാൻ പറയുക. ഇങ്ങനെ ഒരു 2-3 കൂട്ടം അവരെ നേരത്തെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ സ്ട്രെസ് ഉള്ള സമയത്ത് പെട്ടെന്ന് നെർവസ് ആകുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും പ്ലേക്ക് അല്ലെങ്കിൽ നമ്മൾ കളിക്കാനൊക്കെ കുട്ടികൾക്ക് സമയം കൊടുക്കണം. പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാൻ സമയമില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ ഇപ്പം കൊച്ചു കുട്ടികളെ വളർത്തി നമ്മൾ സ്കൂളിൽ വിടുന്ന സമയത്ത് എന്താണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ രാവിലെ ട്യൂഷൻ ഉണ്ടായിരിക്കും, വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് വേറെ ട്യൂഷൻ കാണും. എനിക്കറിയാം, എൻ്റെ ഇവിടെ അടുത്തൊരു കുട്ടി ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന് ട്യൂഷനാണ് ആ കുട്ടിക്ക്. 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്. പണ്ടേ ട്യൂഷൻ തുടങ്ങി കഴിഞ്ഞു. എന്തോരം ഏത് സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചർമാരെ വെച്ച് വീട്ടിൽ വരുത്തിയും സെന്ററിൽ പോയി ഒക്കെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എന്നുള്ളതാണ് സത്യം. അപ്പം കളിക്കാൻ അവർക്ക് ഒരു റിലാക്സേഷന് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കൊടുക്കണം. പിന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പേരൻസും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്താൽ അത്രയും നല്ലത്. കുട്ടിയുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾ നമ്മളോട് എല്ലാം തുറന്ന് പറയും. പിന്നെ കുട്ടിയോട് ന്യൂ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാനും എങ്ങനെയാണ് നല്ല രീതിയിൽ സംസാരിക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞ് കുട്ടി അതിനെ ഒന്ന് ഇതാക്കി എടുക്കണം. പിന്നെ ഹോംവർക്കും ഷെഡ്യൂളും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാൽ അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം കുട്ടി. പിന്നെ എപ്പോഴും കുട്ടിക്ക് ഒരു പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം പവർഫുൾ, ഐ ആം കോൺഫിഡൻറ്റ്, ഈ ഒരു വാക്കുകൾ അഫർമേഷൻസ് കുട്ടികൾ ചെയ്യണം. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ലേണിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അവസാനിക്കുന്ന സംഗതി അല്ലല്ലോ. ശരിക്കും ലൈഫ് ലോങ് ലേണിംഗ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും നമ്മൾ പഠിക്കുകയും ചെയ്യണം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ ജേർണി അല്ലെങ്കിൽ നമുക്കൊരു കരിയർ ആകുന്നോടം വരെയുള്ള ആ ഒരു ജേർണിയിലുള്ള പഠിത്തം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓർഗനൈസ്ഡ് ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി നല്ലൊരു ഗോളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ വിജയം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ
സാഹചര്യത്തിൽ ഇതിനൊക്കെ ഉള്ള ഒരു വഴിയുണ്ട്. അവരെ ഒന്ന് നേരായിട്ട് അവരുടെ ആ ഒരു ദിശ തിരിച്ചു വിട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും കുട്ടിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം സ്കൂളുകളിലൊക്കെ ഇപ്പോഴത്തെ വലിയ കുട്ടികൾക്ക് കരിയറിന്റെ പോസിബിലിറ്റീസും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പം +2 കുറച്ച് റിസൾട്ട് വന്നു, ഇനി അടുത്ത റിസൾട്ട് വരാനിരിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളും നന്നായിട്ട് സ്ട്രെസ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പോയിന്റിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഒരു ഗോൾ ഇല്ലാതെയുള്ള ഒരു പഠിത്തമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റത്തുമില്ല. അപ്പം ചെറിയ കുട്ടികൾക്ക് ഒരു ഗോൾ ഓറിയന്റ് ആയിട്ട് തന്നെ നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ കുട്ടികളെ വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർക്ക് ഏത് മേഖലയിലേക്കാണ് പോകാൻ താല്പര്യമുണ്ടെന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുക. അവർക്ക് നമ്മൾ കേട്ടിട്ടില്ലേ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, പല ഇന്റലിജൻസ് അല്ലേ ഉള്ളത്, അതിൽ ഏറ്റവും കൂടുതൽ അവർക്കുള്ളത് ഏതാണെന്നാൽ ആ ഫീൽഡിലേക്ക് നമ്മൾ വിടാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഈ ഒരു 2 പോയിന്റ് മാത്രം നമ്മൾ പിടിച്ചോണ്ടിരുന്നാൽ നടക്കത്തില്ല. കാരണം പല കുട്ടികൾക്കും മെഡിസിൻ ഇഷ്ടമില്ലാതെ കൊണ്ടുപോയി പേരൻസ് കമ്പൽ ചെയ്ത് ചേർത്ത് പിള്ളേർ അവരുടെ ജീവിതം തന്നെ കളയുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ കുട്ടിക്ക് അതാണോ താല്പര്യം അതനുസരിച്ച് പഠിക്കാൻ വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു ഹാപ്പി ചിൽഡ്രനും പിള്ളേരെ നല്ല സന്തോഷവാനാക്കുകയും പേരൻസ് അതിൻ്റെതായ സപ്പോർട്ടും ഒക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സ്കൂൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടിയുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതായ ലവ് ആൻഡ് കെയർ കൊടുത്തിരിക്കണം. പിന്നെ കൊച്ചു കുട്ടികളോ വലിയ മുതിർന്നവരാണേലും കുഴപ്പമില്ല, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പേ അവർക്കൊരു നെറ്റിയിൽ ഒരു കിസ് കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തിട്ട് കുട്ടിയെ വിട്ടാൽ അവൻ അന്നത്തെ ദിവസത്തെ ഇമോഷണൽ ബാങ്ക് നിറഞ്ഞിരിക്കും. കൊച്ചുകുട്ടികളുടെ നഴ്സറി കുട്ടികളുടെ അല്ലെങ്കിൽ LKG കുട്ടികളുടെ ഒക്കെ ആ പോക്കറ്റിലേക്കും കൂടെ ഒരു ഉമ്മയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം അത് നിറഞ്ഞ് അവർക്ക് സന്തോഷത്തോടെ എൻ്റെ അമ്മയും അച്ഛനും കൂടെയൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി നല്ല രീതിയിൽ അവർക്ക് പോകാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ബാക്ക് ടു സ്കൂൾ വിതൗട്ട് സ്ട്രെസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്താണ് പറയാനുള്ളതെന്നാൽ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേരെ സ്കൂളിൽ വിടുന്ന കാര്യത്തെ പറ്റി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു റിമൈൻഡറാണ് കൊച്ചു കുട്ടികളുള്ളവർക്ക്. അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും പ്രയോജനമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മക്കളെ എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്യണം. അമ്മയും നമ്മൾ തന്നെ ഒന്ന് കാമം ആയാലും സ്ട്രെസ് ഇല്ലാതിരുന്നാലേ മക്കൾക്കും ആ ഒരു രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടു റിമെമ്പർ ടു കീപ് അവർ സെൽഫ് കാം. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നേരത്തെ റുട്ടീനൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം തിങ്സ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ് സ്ലോലി. അപ്പോൾ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റുട്ടീൻ ആക്കുകയും പിന്നെ മക്കളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ദേ വിൽ നെവർ ബിക്കം ഇൻഡിപെൻഡന്റ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും LKG UKG അല്ലെ ഈവൻ പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെറിയ തോതിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നമ്മളെ സമയമില്ല ഞാൻ ചെയ്യാം. ഈവൻ ഫീഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും പേരൻസ് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ തീരെ കുഞ്ഞിലെ തന്നെ അവരതൊക്കെ പഠിച്ചു വരേണ്ടതാണ്. അപ്പോൾ സമയമെടുത്ത് ഓരോ കാര്യത്തിനും അവരുടെ ഇൻവോൾവ്മെന്റോട് കൂടി ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജസ്റ്റ് ലൈക്ക് യു സെഡ് സ്കൂളിനെ പറ്റിയും സ്കൂളിൻ്റെ ടീച്ചേഴ്സിനെ പറ്റിയും ഒക്കെ അവരുടെ മുന്നിൽ വെച്ച് യാതൊരു നെഗറ്റീവ് അവരോട് തന്നെ പറയുന്നതല്ല, അവർ കേൾക്കെ ഒന്നും നെഗറ്റീവ് ഒന്നും പറയാതിരിക്കുകയും
പിന്നെ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. കാരണം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, പല കാര്യങ്ങളും അവർ വിചാരിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. അപ്പൊ അത് ലൈഫിൽ അങ്ങനെയാണ്. വി കാണ്ട് എക്സ്പെക്ട് എവറിത്തിങ് ടു ഹാപ്പൻ. വേണ്ടിയ കാര്യം അപ്പം തന്നെ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളത് അവരും പഠിച്ചു വരണം. അപ്പൊ ആ ഒരു രീതിയില് ഫെയിലിയർ എന്നുള്ളത്, അത് പഠിത്തത്തിലെ ഫെയിലിയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് കൂടാതെ ഏത് കാര്യത്തിലും ഒരു നോ അക്സെപ്റ്റ് ചെയ്യാനും, ഒരു ഫെയിലിയർ എന്നുള്ളത് അതിനെ എങ്ങനെ അതിജീവിക്കും, അങ്ങനെയല്ല എങ്ങനെ വീണ്ടും ധൈര്യത്തോടെ മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല റോൾ മോഡലായിട്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇഫ് ദ പേരന്റ് ഈസ് എ വെരി ഗുഡ് റോൾ മോഡൽ, അത് അവിടെ വീട്ടിൽ കാംനെസ്സും സ്ട്രെസ് കുറഞ്ഞ സാഹചര്യവും ഒക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്കും ഉണ്ടാകും. ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ സ്നാക്ക് ഒക്കെ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന്, അവർ കഴിക്കുന്ന ആ സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്, അവരാദ്യമൊന്നും അത്രയും ഓപ്പൺ അപ്പ് ചെയ്യത്തില്ലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരോട് സംസാരിക്കാം. അപ്പൊ അന്നേരം അവരും അങ്ങനെ ഓപ്പണിംഗ് അപ്പിലേക്ക് വരും. അവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനെ ഡെയിലി കീപ് സ്പെൻഡിങ് ടൈം വിത്ത് ദം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത പേരൻസിന് വളരെ ഒത്തിരി ബെറ്റർ ആവും. ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ടും കുട്ടികൾക്കും സെറ്റിലായിട്ട് മുന്നോട്ട് പോകാനായിട്ടും അവർക്ക് ആ ഒരു സപ്പോർട്ടും എൻകറേജ്മെന്റും ഒക്കെ കിട്ടാനായിട്ടും നല്ല ഒരു റിലേഷൻഷിപ്പ് സ്കൂളിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും നല്ല പഠിത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്കൂളിലൊക്കെ ആയിട്ട് പോകാനായിട്ട് എല്ലാവരും റെഡി ആവുമല്ലേ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത് എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യം തന്നെയാണ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ കുട്ടികളെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മാത്രമല്ല ഇങ്ങനെ കിസ് ചെയ്തിട്ട് വെൽക്കം ചെയ്യുന്ന അല്ലെങ്കിൽ പറഞ്ഞയക്കുന്നത്, കുറച്ച് വലുതായാലും അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഞാനിവിടെ കണ്ടിട്ടുള്ള ഒരു അത്ഭുതമാണത്. കാരണം വലിയ കുട്ടികളാണെങ്കിലും +2 ആയാലും അവരുടെ നെറ്റത്തൊരു ഉമ്മ കൊടുത്തിട്ട് ആണ് അവരെ പാരൻസ് അവരെ സ്വീകരിക്കുന്നത്. അപ്പം അത് അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അവരുടെ പാരൻസ് നല്ല ഫ്രണ്ട്ലി ആയാലൊക്കെ. വലിയ കുട്ടികളാവും തോറും കൂടുതൽ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യണം. സാധാരണ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ വരില്ല. പെൺകുട്ടികൾ പിന്നെയും ഓടി വരും. ആൺകുട്ടികൾക്ക് അങ്ങനെ ആ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഇനിയുള്ള ജനറേഷനെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. 19 ഇയേഴ്സ് ബോയ്സിനൊക്കെ നമുക്ക് ഹഗ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? നമ്മുടെ മോനല്ലേ. നമ്മൾ ആ ഒരു റുട്ടീൻ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, LKG UKG പിള്ളേരുടെ ആണെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു കിസ് ആ പോക്കറ്റിനകത്തോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേ, എന്നാ സന്തോഷമായിരിക്കും എന്നറിയാമോ? അത് നിറഞ്ഞു നിൽക്കും ആ വൈകുന്നോടം വരെ. എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആ കുഞ്ഞിന് വളരെ നല്ലതാണ്. പിന്നെ പിള്ളേരാണേലും നമ്മളാണെങ്കിലും ചെയ്യുന്ന സംഗതി ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാ. അത് ആദ്യമേ മനസ്സിലാക്കണം നമ്മൾ തന്നെ. കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മൈൻഡ്ഫുൾ അറിയത്തില്ലായിരിക്കും, ഒരു ഇത്തിരി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ മൈൻഡ്ഫുൾ. നമ്മൾ ചെയ്യുന്ന കാര്യം മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. അടുക്കളയിൽ നമ്മളൊരു പണി ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു പാല് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും സ്റ്റവ് വെച്ചിട്ട് വേറൊരു പണി ചെയ്യാൻ പുറത്തോട്ട് പോയാൽ എന്നാ നമുക്ക് ഇരട്ടി പണിയാ വരുന്നത്, അല്ലെ? സ്റ്റവിന്റെ ബർണർ വരെ നമ്മൾ അതെല്ലാം ഊരിപ്പെറുക്കി തുടച്ച് വേണം അടുത്ത സംഗതി ആ സ്റ്റവിലോട്ട് വെക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ വ്യത്യാസമായിരിക്കും. ഏത് വർക്കാണേലും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. മൈൻഡ്ഫുൾനെസ് നമ്മൾ എവിടെയും പ്രാക്ടീസ് ചെയ്യണം. പറയാൻ എളുപ്പമാണ്, പക്ഷെ ബൈ പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഏറ്റവും ബെസ്റ്റ് അതാ. ഇഷ്ടപ്പെടുക, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക, ചെയ്ത സംഗതിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക.
ഈ 3 കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് നോക്കുന്നതും കുഞ്ഞിനെ നമ്മൾ ഇഷ്ടപ്പെടാതെ നോക്കുന്ന സാഹചര്യത്തിലും ആ ഒരു എത്ര വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അതിനെ ഇഷ്ടപ്പെടണം. എന്നാലേ നമുക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. താങ്ക് യു മാം. വളരെ യൂസ്ഫുൾ ആയി ഇങ്ങനെ ഒരു ടോപ്പിക്. സ്കൂള് തുറക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും എല്ലാ അമ്മമാർക്കും ഉണ്ടാവും ഒരു ടെൻഷൻ. രാവിലത്തെ ഒരു തിക്കും തിരക്കും, പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ അവരെ പറഞ്ഞേക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കരച്ചിലും പിടിച്ചിലും ഓരോന്ന് ചെയ്യിപ്പിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അവര് ഫുഡ് കൊടുക്കാനും ഫുഡ് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതും ടെൻഷൻ. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് സ്കൂള് തുറക്കുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടാവും. അപ്പൊ നല്ല ശീലങ്ങൾ നാം പറഞ്ഞ പോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കുക. കുറെ കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനും തലേ ദിവസം തന്നെ ഒക്കെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒക്കെ. അതുപോലെ സ്റ്റഡീസിന്റെ കാര്യത്തിലായാലും അവർക്ക് നല്ലൊരു ഹാബിറ്റ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു ടെൻഷൻ ഇല്ലാണ്ട് സ്കൂൾ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യായിരുന്നു അല്ലേ? ചന്ദ്ര മാമിനെ കാണാറില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. സൂസൻ ആ മാം ചോദിച്ചിരുന്നു. ഇല്ല അറിയത്തില്ല. തിരക്കായിരിക്കാം. പുള്ളിക്കാരി മിക്കവാറും വീട്ടിലും തിരക്കാണല്ലോ, അതുകൊണ്ടായിരിക്കാം. വരും വിവരങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ഓക്കെ. താങ്ക് യു വെരി മച്ച്.